അങ്ങനെയൊക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ടൗണുകളിലും ഒക്കെ ഇറങ്ങിയാലേ എന്ത് ചെയ്തുള്ളൂ, നമുക്കൊരു വണ്ടി കൃത്യമായിട്ട് ഇതുപോലെ ആ ഒരു ബാലൻസ് ആയാലേ. കാരണം നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ചെന്നാലും നമ്മൾ 5ാമത്തെ ഗിയറിലല്ല നമ്മൾ ട്രാഫിക് ബ്ലോക്ക് നമ്മൾ മുമ്പോട്ടും എടുക്കുക നൃത്തം ചെയ്യുന്നത്. ഈ സ്ഥലത്തിന് കോട്ടയ്ക്കൽ, ഇതിപ്പോ കോട്ടയ്ക്കലാണ്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ ഇതുപോലുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം, വണ്ടി എപ്പോഴും ഉണ്ടാകും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി നിർത്തേണ്ട എന്തിനാണ്, ഒരു വണ്ടി എടുക്കേണ്ട എന്തിനാണ്, അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇതുപോലെ തിരക്കുകളുള്ള വരുമ്പോഴും ഇതുപോലെ വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ആ ഒരു ബാലൻസ്, അതായത് ഗിയറിന്റെ ബാലൻസ് കിട്ടത്തുള്ളൂ. നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ ഗിയർ ഇടാനും കഴിയുകയുള്ളൂ. തിരക്കോട് ഓടിച്ചില്ലേ, ഗിയർ എല്ലാം ഇടാൻ പറ്റിയില്ലേ, ഇടുങ്ങിയ സ്ഥലത്ത് ഓടിച്ചില്ലേ, വളവിനോട് ഓടിച്ചില്ലേ, എല്ലാ വണ്ടിക്കും സൈഡ് കൊടുത്ത് ഓടിച്ചില്ലേ, അപ്പൊ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറിയില്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു മിസ്റ്റേക്കേ ഉള്ളൂ. ആ മിസ്റ്റേക്ക് മാറിക്കഴിഞ്ഞാൽ ഉള്ളത്, അല്ലാതെ ഹമ്പ് കയറുന്നത് ഇല്ലേ, ഹമ്പ് കയറുന്ന പ്രശ്നമായിരുന്നു. ഹമ്പ് കയറുന്നതിൽ വണ്ടി ഓഫ് ആയി പോയി അല്ലേ. അപ്പൊ അതെല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു മിസ്റ്റേക്കിൽ കൂടെ തന്നെ എല്ലാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിങ്ങൾക്കും തോന്നാം ഇന്ന മിസ്റ്റേക്കാ, എനിക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ്, അല്ലെങ്കിൽ ഗിയർ ഇട്ടിട്ട് എനിക്ക് തെറ്റിപ്പോന്നു, അതുപോലെ തന്നെ ഇതുപോലെ തിരക്കുകൾ നിർത്തി എടുക്കുന്ന സമയത്ത് ഇതാണല്ലേ, വണ്ടികൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള സമയത്ത് ഇപ്പൊ മുൻപിൽ ഒരു വണ്ടിയുണ്ട്, അവിടെ കൊണ്ട് നിർത്തുന്ന സമയത്തും എത്രത്തോളം മുൻപോട്ട് വരണമെന്നും ആ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ എടുക്കുന്ന സമയത്ത് പലർക്കും ഓഫായി പോകും വണ്ടി. അവിടെ നിർത്തി ഇപ്പൊ ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അപ്പൊ പലർക്കും സംശയമാണ്, ക്ലച്ചാന്നാണോ ബ്രേക്കാന്നാണോ മാറേണ്ടതെല്ലാം ഒരു സംശയമുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ആ വണ്ടി ഓഫായി പോകാനുള്ള കാരണങ്ങളും എല്ലാം. സത്യത്തിൽ നമുക്ക് ഈ ഓട്ടോമാറ്റിക് വണ്ടി തന്നെ വേണമെന്നുണ്ട്. സ്ത്രീകൾക്ക് ഉണ്ടോ? പലർക്കും ധാരണ അതാണ്, ഇനി സ്ത്രീകളായി കഴിഞ്ഞാൽ ഇനി ഓട്ടോമാറ്റിക് വണ്ടി മതി, അതാകുമ്പോ എളുപ്പമായിരിക്കും എന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന പഠിക്കുന്നവരും ഉണ്ടാകും, പഠിച്ചു കഴിഞ്ഞവരുണ്ട്, എക്സ്പേർട്ടായ ആൾക്കാർ ഈ വീഡിയോ കാണുന്നവരുണ്ട്. ഇപ്പൊ അവരുടെ മാനുവൽ വണ്ടി ഉള്ളവരും ഉണ്ട്. അപ്പൊ അവരോട് ചോദിച്ചാൽ തന്നെ അവർ തന്നെ പറയും, മാനുവൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആരും മാനുവൽ വണ്ടി കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് വണ്ടി മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓട്ടോമാറ്റിക് വണ്ടിയെക്കാളും സുഖം വണ്ടി ഓടിക്കാനും എളുപ്പവും എവിടെയും നമുക്കൊരു വണ്ടി ഓടിക്കാനും സുഖവും ഈ മാനുവൽ വണ്ടി തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടാത്തത് ഇന്നുകൊണ്ടാണ് നമുക്ക് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ജംഗ്ഷനിൽ നിന്ന് തിരക്കുള്ള ജംഗ്ഷനിൽ ഇപ്പം ഈ തിരിഞ്ഞപ്പം തന്നെ റൈറ്റ് സൈഡിലെ വണ്ടി മുട്ടും. അവിടെ നിന്ന് ഞാൻ തിരിക്കാനോ എടുക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആളിനോട് ഒരു മിസ്റ്റേക്ക് പറഞ്ഞു, ആ മിസ്റ്റേക്ക് മാറിയാൽ ഏത് വഴിയുടെ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇതേപോലെ തന്നെ ഓടിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതുപോലെ എടുത്ത വണ്ടി കണ്ടല്ലേ, ആ കറക്റ്റ് സമയമായപ്പോൾ കറക്റ്റായിട്ട് ഗിയർ മാറുന്നതും എല്ലാം ഇതല്ലേ. ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്, റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്, കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഓടിക്കാൻ കഴിയും. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഓടിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കും 2-3 പേരുടെ പ്രാക്ടീസിനായിട്ട് പോയിട്ടും ഒരു കൃത്യമായിട്ട് നിങ്ങളുടെ പേടി മാറി ഓടിക്കാൻ കഴിയാതെ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ട് കൂടെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാ കാര്യങ്ങളും അത് ചെയ്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും, എനിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കാൻ കഴിയാത്തത്. നിങ്ങളുടെ മിസ്റ്റേക്ക് അനുസരിച്ചല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാതെ. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വണ്ടി ഓടിക്കാൻ പേടികൾ ഉണ്ടാകാനുള്ള കാരണം മിസ്റ്റേക്കുകൾ മാറിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇന്ന റോഡെന്നോ ഇന്ന തിരക്കുള്ള റോഡെന്നോ ഒന്നും നമുക്കില്ല. അപ്പൊ ഇന്നിടത്തൂടെ മാത്രം നമുക്ക് ഓടിച്ചാലേ വണ്ടി ഓടിക്കാമെന്നോ അല്ലെ ഇന്നിടത്തൂടെ മാത്രമേ തിരക്കുണ്ടാവുള്ളൂ എന്നില്ല. 4 വണ്ടി എവിടെ ഒരു റോഡിലായോ അവിടെയും ബ്ലോക്കാണ്, തിരക്കാണ്, ട്രാഫിക്. കൃത്യമായിട്ട് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഈ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണവും. ഇപ്പൊ നമുക്ക് 2 സൈഡിൽ കണ്ടല്ലേ, ഗ്ലാസ് രണ്ടും കറക്റ്റ് ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ആ പറഞ്ഞ മിസ്റ്റേക്ക് ഇല്ലേ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇതേപോലെ അങ്ങ് എടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ ആ വീഡിയോയിലൂടെ എന്നാ പറയത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ ഇതുപോലുള്ള വഴികൾ അവർക്ക് എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവരുടെ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞു കൊടുത്താലേ അറിയത്തുള്ളൂ. കറക്റ്റ് ഈ വണ്ടിയല്ലേ പോകുള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് കേറേണ്ടത് അങ്ങോട്ട് തന്നെ എടുത്തോണ്ട് ഒരു കാരണവശാലും നമ്മൾ എടുത്തോണ്ട് ഓടുകയേ ചെയ്യരുത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് കയ്യിൽ നിന്ന് വണ്ടി തെറ്റിപ്പോകുന്നു, കൃത്യമായിട്ട് ഗിയറുകളെല്ലാം ഇടാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൊടുത്ത് ഷെയർ ചെയ്തെടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആണെന്നുണ്ട്. പലരും ലൈസൻസും കൈവച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ട് സ്വന്തം വണ്ടിയിലൊക്കെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്ത പലരും ഉണ്ട്.
അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എന്നത് എങ്ങനെ ഗിയർ ഇടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും ആദ്യം നിങ്ങളുടെ കയ്യില് ബാലൻസ് ആകാതെ നിങ്ങൾ എല്ലാ ഗിയറുകളും ഇടാൻ പഠിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ തന്നെയാണോ പോകാൻ പറ്റുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് അതിലൊരു കൺട്രോൾ ആകണം. നിർത്താനും പറ്റുന്നുണ്ടോ, എടുക്കാൻ കഴിയുന്നുണ്ടോ, ഇത് കൃത്യമായിട്ടൊരു കൺട്രോൾ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഹൈവേകളിൽ കയറുക. അതിനുശേഷം സൈഡ് ചേർന്ന് നിർത്തിയതിനു ശേഷം നിങ്ങൾ പതിയെ അവിടെ കൊണ്ട് നിർത്തി ഒന്ന് ന്യൂട്രാക്കുക, ക്ലച്ച് ഒന്ന് കാലെടുത്ത് മാറ്റുക, വീണ്ടും ക്ലച്ച് ഒന്ന് ചവിട്ടി 2 സെക്കൻഡ് കഴിഞ്ഞ് മതി ക്ലച്ച് ചവിട്ടുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വണ്ടി ഉണ്ടോ എന്ന് നോക്കുക. ബാക്കി വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ബ്രേക്ക് എന്ന കാര്യം മാറ്റി ക്ലച്ച് എന്ന് എടുക്കുക. ക്ലച്ച് എന്ന് എടുത്തു. അതിനുശേഷം നമ്മുടെ സൈഡിൽ തന്നെയാണ് വണ്ടി, എങ്ങോട്ടും പോകുന്നില്ല. ഒരുപാട് നിങ്ങൾ ആസൈഡൊന്നും കൊടുക്കണ്ട, സൈഡിൽ തന്നെയാണ്, എങ്ങോട്ടും പോകുന്നില്ലെന്നുണ്ടായിരുന്നാൽ ആസൈഡർ മാറ്റുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. അപ്പൊ സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എന്തെങ്കിലും സ്റ്റിയറിംഗിൽ ബലം പിടിച്ചുകൊണ്ടിരിക്കരുത്. ബലം പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേര് എടരിക്കോട്. ഏതാ ജില്ല? ഏതാ? മലപ്പുറം ജില്ല എടരിക്കോട് കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. പക്ഷെ തനിയെ ഇതുപോലെ വാഹനം ഓടിക്കുവാൻ പേടി, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബാലൻസ് പോകുന്നു, അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടുന്നില്ല, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ്, തിരക്കുകളിലൂടെ വാഹനം ഓടിക്കുവാൻ പേടി, കൃത്യമായിട്ടൊരു വാഹനത്തിന് ആക്സിലേറ്റർ കൊടുക്കാൻ സമയത്ത് പേടി, കയ്യിൽ നിന്ന് വണ്ടി പോകുന്നു, ഒരു ജഡ്ജ് ചെയ്ത് കൃത്യമായിട്ടൊരു വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഈ ട്രിക്കും ടിപ്സ് എന്താണ് വീഡിയോയുടെ പറയുന്നതെന്ന് വെച്ചാൽ, പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം ഒരാളുടെ മിസ്റ്റേക്ക് അല്ല മറ്റൊരാൾക്ക്. ഞാൻ ഇത് പല വീഡിയോയിൽ പറയാനുള്ള കാരണം, നിങ്ങൾക്കും തോന്നും ആ ട്രിക്കും ടിപ്സ് ഈ വീഡിയോയിൽ പറയാഞ്ഞാൽ പോലെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കില്ലെന്ന്. കാരണം അങ്ങനെയാണ് പലർക്കും തോന്നാറുള്ളത്. ഇന്ന് ഈ അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷെങ്കിൽ ആ ആൾ എന്നോട് പറഞ്ഞ മിസ്റ്റേക്കേ അല്ല ആളിന്റെ. അപ്പൊ ഇതുപോലെ ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കയറി ഇരുന്നാൽ മാത്രമേ ആ എന്താണ് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേടി കൂടാതെ വണ്ടി ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും ആ വണ്ടി സ്ലോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാലുകൾ കൃത്യമായിട്ട് ചെല്ലേണ്ടത് ചെല്ലുകയും, അതുപോലെ തന്നെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഡൗൺ ആക്കുകയും, അതുപോലെ തന്നെ ഗിയർ ഇടണമെങ്കിൽ ഗിയർ ഇടുകയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും എക്സ്പെർട്ടായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ ഓടിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നാം, ഇതുപോലെ 19% ആളാണ്, സ്വല്പം മാത്രം പോരായ്മേ ഉള്ളൂ, അപ്പൊ അങ്ങനെ ഉള്ളവരായിരിക്കും ആ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഈ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഓടിച്ചുകൊണ്ടാണ് നിങ്ങൾ 2-3 പേരെ വിളിച്ച് നിങ്ങൾ 2-3 പേരുടെ വന്നിട്ടും നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കാൻ സാധിക്കാതെ വന്നത്. ആ മിസ്റ്റേക്കുകൾ മാറി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, വണ്ടി ഓടിക്കാം. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കാണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ, ഞങ്ങളുടെ ജില്ലയിൽ വരുമോ. നിങ്ങളെ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട്. എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്നാണ് ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് തന്നെയാണ് പ്രാക്ടീസ് നൽകുന്നത്. ഇന്ന് ക്ലാസ് നടക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എടരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നത് കോൺടാക്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നതിന്റെ കാര്യം, നിങ്ങൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഫസ്റ്റ് ഗിയർ നമുക്ക് ആ ഒരു പിടുത്തം ഇല്ലാതെ നിങ്ങൾ പിന്നെ സെക്കൻഡ് ഗിയർ ഇടരുത്. അതെല്ലാം ബാലൻസ് ആയതിനു ശേഷം ചെയ്യാം, വീണ്ടും നിങ്ങൾ അടുത്ത ഗിയർ ഇട്ട് നോക്കുക. അപ്പൊ അടുത്ത ഗിയർ ഇടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. പിന്നെ നമുക്ക് തന്നെ അറിയാം സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലാതെ നമ്മൾ ഈ പലരും ഈ ഒരു വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ഗിയർ മാറുന്ന സമയത്തും എല്ലാം സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടിക്കുന്നതുകൊണ്ടാണത് നമുക്ക് കയ്യിൽ നിന്ന് വണ്ടി തെറ്റി പോകാനുള്ള കാരണം. ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതിന്റെ കാരണം. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം പിടിക്കരുത്. കാരണം നമുക്കത് തിരിക്കാനാണ്. ബലം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ബലം പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയേ ചെയ്യരുത്. അപ്പൊ നമുക്ക് ബലം പിടിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ സൈഡ് തന്നെയാണ്. കാരണം നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. വണ്ടി എങ്ങോട്ടും പോകുന്നില്ലെന്ന് കണ്ടുക, ആ സൈഡിൽ നിന്ന് മാറ്റുക, ക്ലച്ച് ഔട്ടുക,
ഇതുപോലെ അടുത്ത ഗിയർ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഗിയറുകളും ഇടാം. അപ്പൊ നമ്മള് ഈ സ്പേസ് കുറഞ്ഞ സ്ഥലങ്ങളിലോ വളവുകളിലോ ഒക്കെ പോയി നമ്മൾ ഈ ഗിയറുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് കൊണ്ടാണ് എന്ത് നമുക്ക് ഗിയർ ഇടാൻ പറ്റാതെ വരുന്നതും, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പേടി തോന്നുന്നതും, അതുപോലെ തന്നെ ക്ലച്ച് എടുക്കുമ്പോൾ വണ്ടി കൺട്രോൾ ഇല്ലാതെ പോകുന്നതും, സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റി പോകാനുള്ള കാരണമല്ല അങ്ങനെ നോക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ബാലൻസ് ആകണമെന്നുണ്ടെങ്കിൽ ഗിയറുകളെല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ ആ പറയുന്നത് തന്നെ ചെയ്തതിന് ഇതുപോലെ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇതുപോലെ ഓരോ ഗിയർ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും ഇതുപോലെ ഗിയറുകൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് കണ്ടില്ല, ഇപ്പൊ നമ്മൾ പോകുന്നത് ഇപ്പം നമ്മള് ഫോർത്ത് ഗിയറാണ്. ഇപ്പൊ വീണ്ടും നമുക്ക് തേർഡ് ആക്കണം. എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലച്ച് ഔട്ടുന്നു, അത് നേരെ ഡൗൺ ആക്കി. ഇത് കണ്ടില്ലേ, നേരെ ഡൗൺ ആക്കി. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് സ്ലോ ചെയ്യണം. എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഡൗൺ ആക്കുന്നു, വീണ്ടും സെക്കൻഡ് ആക്കി, വീണ്ടും നമുക്ക് അടുത്ത ഗിയർ കൊടുക്കണം. എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും സ്പീഡ് കൂട്ടുന്നു, നമ്മൾ ബലം കൊടുക്കാതെ തന്നെ സ്പീഡ് കൂട്ടുന്നു. നമ്മൾ സ്റ്റിയറിംഗ് ബലം കൊടുക്കുന്നില്ല, സ്പീഡ് കൂട്ടുന്നു, അടുത്ത ഗിയർ നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്, സ്പീഡ് കൂട്ടുന്നു, അടുത്ത ഗിയർ ഇട്ട് കൊടുക്കുന്നു. ആണല്ലേ, കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ഇടാൻ സാധിക്കും. അങ്ങനെ നിങ്ങള് ഈ ഓരോ ഗിയറുകൾ ഇടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും നിങ്ങൾ അടുത്ത ഗിയർ കൊടുക്കുക. അതാണ് സെക്കൻഡ് പോകുന്നു, വീണ്ടും സ്പീഡ് കൂട്ടുന്നു, ആക്സിലേറ്റർ മാറ്റുന്നു, ക്ലച്ച് ചവിട്ടുന്നു, അടുത്ത ഗിയർ കൊടുക്കുന്നു. കണ്ട, കൃത്യമായിട്ട് നമുക്ക് അടുത്ത ഗിയർ കൊടുക്കാം. അതേപോലെ തന്നെ വീണ്ടും നിങ്ങൾ സ്പീഡ് കൂട്ടുന്നു, ആക്സിലേറ്റർ മാറ്റുന്നു, ക്ലച്ച് ചവിട്ടുന്നു, നാലാമത്തെ ഗിയർ ഇട്ട് കൊടുക്കുന്നു. കണ്ട, ഇതേപോലെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഗിയർ ഇടുകയും ആ ഇടുന്നതിനനുസരിച്ച് വണ്ടിക്ക് സ്പീഡ് കുറച്ച് ഡൗൺ ആക്കുകയും ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് തെറ്റാതെ കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി വിചാരിക്കും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റായിട്ട് വന്ന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്തരം യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങൾ അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ.